സംസ്ഥാനത്തെ BJPക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഴിച്ചുപണി വരുന്ന സമയത്ത് ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി നമ്മുടെ AP അബ്ദുള്ളക്കുട്ടിക്ക് പറ്റിയ പോലെ തന്നെ ഇദ്ദേഹം പുറത്താകുന്നൊരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഗുരുദേവ ആദർശങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. അത് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ്. പക്ഷെ പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് BJPയുടെ യഥാർത്ഥ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് അത് ശ്വേതാ മേനോനായിരുന്നു. BJPയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ അവരുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ നൽകാതെ ശ്വേതാ മേനോനാണ് നൽകിയത്. മറ്റു പല സിനിമാ താരങ്ങളെയും ക്യാൻവാസ് ചെയ്ത് BJP സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നത് ശ്വേതാ മേനോനാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില സാമ്പത്തിക ആരോപണങ്ങൾ ചില ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം തീരുമാനിക്കേണ്ടത് ദേവൻ തന്നെയാണ്. അദ്ദേഹം ഒരു മുറിയിൽ ഇരുന്ന് കാണുന്ന സ്വപ്നമല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർഡ് വർക്കാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം നടൻ ദേവൻ BJP വിട്ടത് ഒരു വാർത്തയായിരുന്നല്ലോ. അദ്ദേഹം പരസ്യമായിട്ടൊരു ചടങ്ങിൽ വെച്ചായിരുന്നു താൻ രാജിവെക്കുന്നത് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് തരാത്തതല്ല കാര്യമെന്ന് വ്യക്തമായി തന്നെ പിറ്റേന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ അദ്ദേഹം ഒപ്പം മറ്റ് ചില കാര്യങ്ങളും പറയുന്നുണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങളിൽ വന്ന ചെറിയ മാറ്റവും അത്തരം കാര്യങ്ങളും. പക്ഷെ അത് മാത്രമായിരിക്കില്ല, ഒരാൾ ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ മാത്രമുള്ള കാരണങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, അദ്ദേഹം ഒരു നടനാണ്, അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഇതിലുണ്ടോ? കാരണം സിനിമയും രാഷ്ട്രീയവും കൂടിക്കൊഴിഞ്ഞൊരവസ്ഥയാണ് നിലവിൽ. ഇതുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ, അതോ ഈ പറഞ്ഞത് മാത്രമാണോ കാരണം? അതായത് കഴിഞ്ഞ AMMയുടെ ഇലക്ഷനിൽ ശ്വേതാ മേനോൻ ആരോടാണ് മത്സരിച്ചത്? ദേവനോട്. ശ്വേതാ മേനോൻ മത്സരിച്ചത് ദേവനോടാണ്. ഓക്കെ, പക്ഷേ ആരാണ് വിജയിച്ചത്? ശ്വേതാ മേനോനാണ് വിജയിച്ചത്. നമ്മളെല്ലാവരും കരുതിയിരുന്നത് എന്താണ്? കാരണം ഈ ശ്വേതാ മേനോനേക്കാൾ കൂടുതലായിട്ട് വോട്ട് ദേവൻ നേടും. കാരണം ദേവൻ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു BJP ബന്ധം വെച്ചിട്ട് ദേവനെ ആയിരിക്കും സിനിമാ താരങ്ങൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുക എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് BJPയുടെ യഥാർത്ഥ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് അത് ശ്വേതാ മേനോനായിരുന്നു. BJPയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ അവരുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ നൽകാതെ ശ്വേതാ മേനോനാണ് നൽകിയത്. ശ്വേതാ മേനോൻ കോടികൾ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം നമ്മളുടെ മുമ്പിൽ തെളിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശ്വേതാ മേനോൻ കേരളത്തിൽ BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്, ഒരു വസ്തുതയാണത്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ നല്ലൊരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. അത് ഈ ഇലക്ഷന്റെ സമയത്ത് അങ്ങനെ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു, അദ്ദേഹം അവർ മത്സരിക്കും എന്നുള്ള രീതിയിൽ. അവർ മത്സരിക്കും എന്നുള്ളതല്ല, മറ്റു പല സിനിമാ താരങ്ങളെയും ക്യാൻവാസ് ചെയ്ത് BJP സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നത് ശ്വേതാ മേനോനാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില സാമ്പത്തിക ആരോപണങ്ങൾ ചില ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ BJPയുമായിട്ട് ഇവർക്ക് ഉള്ള ബന്ധത്തിൽ അസൂയ പൂണ്ടിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന അവിഖ്യാതിയാവാനും സാധ്യതയുണ്ട്. എന്നാൽ ദേവൻ എന്ന നടനെ സംബന്ധിച്ചിട്ട്, അതല്ലെങ്കിൽ ദേവൻ എന്ന പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുള്ളത് AMMയിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ BJP അനുകൂലമായി നിൽക്കുന്ന പല താരങ്ങളും, അതായത് പല പ്രമുഖ താരങ്ങളും, സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്വേതാ മേനോനെ പിന്തുണച്ചതാണ് തൻ്റെ പരാജയത്തിന് കാരണമെന്ന് ദേവൻ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ BJPക്കകത്ത് ഇദ്ദേഹം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. എനിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അത് വോട്ടാക്കി മാറ്റാൻ BJP പരിശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ദേവൻ എന്ന സിനിമാ നടനെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട്, കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിലുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം എന്ന് പറയാനായിട്ട് ഇദ്ദേഹം എന്ത് പൊതുപ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്? കോവിഡ് വന്നു, പേമാരി വന്നു, പ്രളയം വന്നു, ഇവിടെ ഈ സമയത്തൊക്കെ ഇദ്ദേഹം ഇവിടെ എന്തെങ്കിലും പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങൾ ആ സമയത്തൊക്കെ ഇവിടെ പൊതുപ്രവർത്തനമായിട്ട് രംഗത്തുണ്ടായിരുന്നല്ലോ. അന്ന് അത് ഇദ്ദേഹം ഇവിടെ ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നീട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഗുരുദേവ ആദർശങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. അത് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജോസഫ് വിജിയും അതോടൊപ്പം തന്നെ നമ്മളുടെ ആന്ധ്ര ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ അദ്ദേഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ വിഷയമൊക്കെ നടക്കുന്ന സമയത്ത്
ഇദ്ദേഹം ഈ പറയുന്ന പോലെ ജോസഫ് വിജയ് ഉയർത്തിക്കൊണ്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാളാണ് നാളെ ഈ നാടിനെ നയിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഒരു കുളിർമ തോന്നുന്നില്ലേ? സുരേഷ് ഗോപിയുടെ വിജയം പലരെയും മോഹിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരെ. പക്ഷേ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പിന്തുണ ആർക്കാന്നുള്ളത് കൂടിയും ഒരു ചർച്ചയാണ്. കാരണം രണ്ടുപേരും BJP അനുഭാവികളാണ്. അല്ല, BJPയിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിർത്തി മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കേന്ദ്ര BJP നേതൃത്വം നേരിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനകത്ത് കേരളത്തിലെ ഒരു BJP നേതാവിനും അതിൻ്റെ ഒരു അവകാശം ഉന്നയിച്ച് മുമ്പോട്ട് വരാൻ വേണ്ടി സാധിക്കില്ല. അതായത് കേന്ദ്ര നേതൃത്വം കൃത്യമായിട്ട് ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു. അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമാണ് എന്നുള്ള കാര്യം പരസ്യമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ പല പെരുമാറ്റങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് കത്തോലിക്ക സഭയുമായിട്ട് കേന്ദ്ര നേതൃത്വം ഉണ്ടാക്കിയ ഒരു ധാരണ, ആ ധാരണ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടുള്ള ചില സ്ഥാപനങ്ങൾ അവർക്ക് അവരുടേതായിട്ട് തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി ഓർഡറുകളിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂർ വിജയിച്ച് കയറിയത്. കൂടാതെ തന്നെ എത്ര വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 80,000-80,000 വോട്ട് അധികമായി ചേർത്തില്ലേ തൃശ്ശൂർ. അങ്ങനെയാണ് അവിടെ BJP ഈ പറയുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. സുരേഷ് ഗോപി അല്ല ദേവൻ എന്ന് മനസ്സിലാക്കുക. സുരേഷ് ഗോപി കൈകാര്യം ചെയ്തിട്ടുള്ള പല സിനിമകളിലെയും വില്ലനായിരുന്നു ദേവൻ എന്ന് പറയുന്നത്. ഈ വില്ലന്മാർക്ക് മലയാള സിനിമ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനപ്പുറത്തേക്കൊന്നും ദേവന് മലയാളികൾ നൽകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സുന്ദരനാണ്, സുമുഖനാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം വില്ലനായിട്ട് മാറിയത്. ഈ വില്ലന്മാർ പലപ്പോഴും പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളായി മാറാറുണ്ട്. ഇപ്പം ജനാർദ്ദനൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം, കാരണം ഭയങ്കര വലിയ വില്ലനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. എന്ന് പറഞ്ഞ പോലെ ഇനി ഇദ്ദേഹം ദേവൻ എന്ന് പറയുന്ന നടൻ ഒരുപക്ഷെ ഒരു ഹാസ്യത്തിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ ഗൗരവകരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവൻ രാജിവെച്ചതല്ല, ദേവൻ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് പോകും. ഇനി വീണ്ടും ഒരു ഷഫ്ലിംഗ് വരുന്നത്, ഇപ്പോൾ കേന്ദ്ര BJP നേതൃത്വമൊക്കെ റീഷഫിൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിൽ വീണ്ടും BJPയിൽ ചില അഴിച്ചുപണികൾ വരാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ BJPക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഴിച്ചുപണി വരുന്ന സമയത്ത് ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി നമ്മുടെ AP അബ്ദുള്ളക്കുട്ടിക്ക് പറ്റിയ പോലെ തന്നെ ഇദ്ദേഹം പുറത്താകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇനി കൂടുതലായിട്ട് BJP കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്വേതാ മേനോനാണ്. അതൊരു യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ദേവൻ പതുക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇന്നലെ BJPയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളത് ജനം വിധി എഴുതട്ടെ. അദ്ദേഹത്തിൻ്റെ KPP എന്ന പാർട്ടിക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടോ? കാരണം അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊരു പ്രസ്താവന നടത്തി. ഞാൻ പറയട്ടെ, മര്യാദയ്ക്ക് മലയാളം സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമൊക്കെ ഞാൻ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ കൃത്യമായിട്ട് ഒരു മീഡിയയെ പോലും കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുക? ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം ജോസഫ് വിജയുമായിട്ട് 8-9 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് മുതൽ വിജയ് എന്ന് പറയുന്ന നടൻ വിസിലൂതിക്കൊണ്ടാണ് ഈ ലൊക്കേഷനിലൂടെ നടന്നിരുന്നത് എന്നൊക്കെ. അതായത് ഇതൊക്കെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ പറയണം എന്നുണ്ടെങ്കിൽ ഈ ചില ആളുകൾ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പറയും. അങ്ങനെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അയാളെ ജനം പക്വതയുള്ളൊരു നേതാവ് അല്ലെങ്കിൽ നിലപാടുള്ളൊരു നേതാവ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ദേവനെ സംബന്ധിച്ചിട്ട് ദേവൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ആ പൈസ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ നോക്കുക. മറിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന് വീടും കുടുംബവും കളയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എല്ലാം തീരുമാനിക്കേണ്ടത് ദേവൻ തന്നെയാണ്. അദ്ദേഹം ഒരു മുറിയിൽ ഇരുന്ന് കാണുന്ന സ്വപ്നമല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർഡ് വർക്കാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൃത്യസമയത്ത് വീട്ടിൽ കയറാൻ പറ്റിയെന്ന് വരത്തില്ല. അതല്ലെങ്കിൽ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ തിരിച്ചു വരാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെയുള്ള മന്ത്രിമാരായിക്കൊള്ളട്ടെ, MLA-മാരായിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ ഇന്ന് സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ രാവന്തിയോളം പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ പണിയെടുക്കാൻ ദേവനെ പോലുള്ളൊരു സിനിമാ നടന് സാധിക്കുമോ എന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. കാരണം മിനറൽ വാട്ടറിൽ കുളിക്കുകയും മിനറൽ വാട്ടർ ചൂടാക്കി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം
മറ്റാളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ദേവൻജി ചിന്തിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വരണോ, അങ്ങയുടെ KPP എന്ന പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണമോ എന്ന് ആലോചിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.